ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മിനിസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ടേസ്റ്റി പൊറോട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഭയങ്കര സിമ്പിളാണ് ഈ പൊറോട്ട ഉണ്ടാക്കാനായിട്ട്. വല്ലാണ്ട് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും നമ്മൾ ഈ റെസിപ്പിയിൽ കാണിക്കണില്ല. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പീൻ്റെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കാണുന്നത്. ഒരു 3 മീഡിയം സൈസ് ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കഷ്ണങ്ങളാക്കിയിട്ട് ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ക്യാരറ്റ് മുഴുവനും മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി. പൊടിച്ചെടുത്ത ക്യാരറ്റിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. പിന്നെ നമ്മളുടെ മാവിന് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമ്മൾ 1.5 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നല്ലോണം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. മൈദപ്പൊടിക്ക് പകരം ഇതേ റെസിപ്പി തന്നെ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 4 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കുഴച്ചെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഇങ്ങനെ ചെയ്യേണ്ട ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് സാധാ പോലെ തന്നെ നമ്മളുടെ ക്യാരറ്റ് അരച്ചതും അതുപോലെ മാവും കൂടെ കൂട്ടിയിട്ട് നല്ലോണം കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിതേപോലെ ഒന്ന് ആദ്യം മിക്സാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മളുടെ മാവ് മുഴുവനും ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ കുഴച്ചെടുത്ത സമയത്ത് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളമല്ല, സാധാ വെള്ളമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ മാവ് കുഴക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ചപ്പാത്തിൻ്റെ മാവ് പോലെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ടാവണം. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ചും കൂടെ ഓയിൽ തേച്ചിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. നമ്മൾ പൊറോട്ട എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ഓയിലും അതുപോലെ മൈദൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമായതുകൊണ്ട് ഞാൻ ഇത് വല്ലാണ്ടൊന്നും റെക്കമെൻഡ് ചെയ്യണില്ല. എന്നാലും നമുക്ക് വല്ലപ്പോഴും കഴിക്കാനൊരാഗ്രഹം തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഓയിലൊക്കെ കുഴച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇതിലോട്ട് വീണ്ടും കുറച്ചും കൂടെ ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കണം. നല്ലോണം ഒന്ന് കവർ ചെയ്യുക. എന്നിട്ടൊരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ നമ്മളുടെ മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഒരു 4 മണിക്കൂറിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിത് ബോൾസാക്കി എടുക്കുകയാണ്. ചെറിയ ചെറിയ ബോൾസാക്കാണ് വേണ്ടത്. പൂരിക്കൊക്കെ എടുക്കണ ഒരു പാകത്തിൽ വേണം ബോൾസ് റെഡിയാക്കാനായിട്ട്. നമ്മളിത് വീശിയിട്ടും അങ്ങനെയൊന്നുമല്ല ചെയ്യണത്. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ തലേന്ന് രാത്രിയാണ് ചെയ്യുന്നത്. ഇത് രാവിലത്തെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ചെയ്ത് വെക്കണമെങ്കിൽ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഇതേപോലെ ചെറിയ പൂരിയാക്കി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യത്തെ ലെയറിൽ ഞാൻ കുറച്ചൊരു ഓയിലൊന്ന് തേച്ചിട്ട് വീണ്ടും കുറച്ച് മൈദപ്പൊടിയും തൂവിയിട്ട് രണ്ടാമത്തെ പത്തിരി വെച്ച് കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ ഓയിൽ തേച്ച് കൊടുത്തു. പിന്നെ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തു. അങ്ങനെ 4 എണ്ണം ആക്കിയിട്ടാണ് നമ്മൾ ഓരോ സെറ്റും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഞാൻ നമ്മളുടെ ബോൾസ് മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ആദ്യം ഒരു സെറ്റ് പരത്തി എടുക്കുകയാണ് ഇവിടെ. അതിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. വീണ്ടും കുറച്ച് മൈദപ്പൊടിയും തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതൊന്ന് മാറ്റി വെച്ചിട്ട് അടുത്ത സെറ്റ് ഞാനിവിടെ പരത്തിയെടുത്തു. സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തു. നമ്മൾ ഫസ്റ്റ് റോൾ ചെയ്തിട്ടുള്ളത് ആ റോൾ എടുത്തിട്ട് ഇത് പത്തിരീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് റോൾ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്യണതുകൊണ്ട് പൊറോട്ടയ്ക്ക് നല്ലോണം ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടാമത് ഞാനിത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 3 സെറ്റ് റോളാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ പത്തിരിയാണ് ഞാനിപ്പോൾ പരത്തിയിട്ടുള്ളത്. അത് നമ്മൾ ഓയിൽ തേച്ചതിന് ശേഷം കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തു. എന്നിട്ട് 2 എണ്ണം റോൾ ചെയ്തത് അതിനുള്ളിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് റോൾ ചെയ്തു.
അങ്ങനെ 3 സെറ്റും നമ്മൾ ഒറ്റ റോളാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കട്ട് ചെയ്യുകയാണ്. നമ്മളിങ്ങനെ ചെയ്യണോണ്ട് നമ്മളെ പൊറോട്ടക്ക് നല്ലോണം ലെയർ കിട്ടും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ 3 എണ്ണമൊക്കെ വെച്ച് ചെയ്യുന്നത്. 2 എണ്ണമൊക്കെ ആകുമ്പം ലെയർ കുറഞ്ഞു പോവും. അപ്പോൾ അതാ ഇതേപോലെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലോണം ലെയർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ഫുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിന് മുകളിൽ കുറച്ചും കൂടെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തലേന്ന് രാത്രി തന്നെ ചെയ്ത് വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് രാവിലെ ഇതേപോലെ ചെയ്തിട്ട് അരമണിക്കൂർ കവർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവും. ഞാനിപ്പോൾ ഒന്ന് എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അങ്ങനെ നമ്മൾ രാവിലെ ആയപ്പോൾ ഒന്നും തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ്. പിന്നെ നമ്മൾ പരത്തുമ്പോൾ കട്ടി കുറച്ച് പരത്തരുത്, കുറച്ചൊരു കട്ടി ഉണ്ടാവണം. കട്ടി കുറഞ്ഞു പോയാൽ നമ്മളെ പൊറോട്ട നല്ലോണം ക്രിസ്പി ആവും. അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടായാൽ നമ്മളെ കറക്റ്റ് ഒരു പാകത്തിൽ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ചുട്ടെടുക്കുകയാണ്. കുറച്ച് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അത് ഫസ്റ്റ് സെറ്റ് ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം. ചൂടോട് കൂടി തന്നെ വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പോഴേ കറക്റ്റ് ലെയർ നമുക്ക് കിട്ടുള്ളൂ. വല്ലപ്പോഴും നമുക്കൊരു പൊറോട്ട കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു ഫംഗ്ഷനോ പാർട്ടിയൊക്കെ നമ്മളെ വീട്ടിൽ അറേഞ്ച് ചെയ്യുമ്പം ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. നമ്മളിതിൽ ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റും അതേപോലെ തന്നെ പ്രത്യേക ഒരു ഫ്ലേവറൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട തന്നെയാണ്. ചില ആൾക്കാർക്ക് മൈദപ്പൊടി ഇഷ്ടം ഉണ്ടാവില്ല. അതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ റെസിപ്പി കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.